Hi guys, welcome back to the video. നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ നോക്കിയിരുന്ന ഏതൊക്കെയാണ് 10 മാർക്ക് എസ്എ ക്വസ്റ്റ്യൻസ് നോക്കി, പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ 2 മാർക്സ് ആൻഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇനി ആദ്യമേ പറയാം, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 4 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. സോ ഓരോ ക്വസ്റ്റ്യൻ 5 മാർക്കാണ്. 4 into 5 20 മാർക്സ് ആണ് ആ സെക്ഷൻ സിയിൽ നിന്ന് കിട്ടുന്നത്, അതായത് 5 മാർക്ക് ക്വസ്റ്റ്യൻ സെക്ഷൻ എന്ന്. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യൂഷ്വലി 10 മാർക്കിനും 2 മാർക്സ് ആൻഡ് 1 മാർക്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അധികം റിപ്പറ്റേറ്റീവ് ആകാതെ നമുക്ക് വരുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതെല്ലാം ഞാൻ തന്നിട്ടുണ്ട് ഓൾറെഡി 10 എസ്എ ക്വസ്റ്റ്യൻസിലും, അതുപോലെ തന്നെ 2 മാർക്സ് ആൻഡ് 1 മാർക്സിനും തന്നിട്ടുണ്ട്. അപ്പം അതിന്ന് അധികം റിപ്പീറ്റഡ് ആവാത്ത കുറച്ച് ടോപ്പിക്സാണ് ഇവിടെ ഞാൻ തരാൻ പോകുന്നത്, ക്വസ്റ്റ്യൻസ് ഞാൻ തരാൻ പോകുന്നത്. റിപ്പീറ്റഡ് ആവാത്തതെന്ന് വെച്ചാൽ ആ 10 മാർക്സിൻ്റെ അതേ ക്വസ്റ്റ്യൻസ് അല്ലാതെ കുറച്ച് വ്യത്യാസമുള്ള ടോപ്പിക്സ്, പക്ഷേ അതും വരാനുള്ള നല്ല സാധ്യത കൂടുതലുള്ള ടോപ്പിക്സാണ്. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് വൺ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ആയിരിക്കും ഇപ്പോൾ പറയുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോകുന്നത്. സോ അഗൈൻ ഞാൻ ചാപ്റ്റർ വൈസ് ഓർഡറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് അത് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിലുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ അഗൈൻ ഫ്രം ദ ഫസ്റ്റ് ഓർ ദി സെക്കൻഡ് ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലത്തെ വാട്ട് ആർ കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ്. കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് മര്യാദ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലേ, സംസാരിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ, അല്ലെങ്കിൽ വായിക്കുമ്പോൾ വേണ്ട, സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് നമ്മുടെ ചാപ്റ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിനുള്ള മെറ്റീരിയൽ ലെവലുണ്ട്, ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീക്കിംഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീക്കിംഗ് എന്താണ്? ഇത് അധികം ആരും നോട്ടീസ് ചെയ്യാത്തൊരു ടോപ്പിക് ആയിരിക്കാം. ചെറിയൊരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഇൻസ്ട്രക്ഷൻസ് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ നിർബന്ധിക്കാനായിട്ട് പെർസ്വേസീവ്, ആൻഡ് ഫൈനലി ഇൻറ്റഗ്രേറ്റീവ്, ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൂഎവർ ഈസ് ലിസണിങ് അവർ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻറ്റഗ്രേറ്റീവ്. ഇത് 4ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീക്കിംഗ്. ഒരു ടേബിളിലാണ് കുറേ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ വരാം. ഇത് ഞാൻ പ്രീവിയസ് ഇയറിലും കണ്ടതാണ്. പ്രീവിയസ് ഇയറിൽ ഒബ്വിയസ്ലി സെയിം പാറ്റേൺ അല്ല, ബട്ട് അതിൽ കണ്ടൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കൊരു പാസേജ് തരും. ഓക്കെ, ആ പാസേജ് തന്നിട്ട് നിങ്ങളോട് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറയും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ 10th-ലും 12th-ലൊക്കെ ഇംഗ്ലീഷ് എക്സാം ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം, ഒരു പാസേജ് തന്നിട്ട് ക്വസ്റ്റ്യൻസും തരും, നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. പാസേജ് മാത്രമേ തരുള്ളൂ, ക്വസ്റ്റ്യൻസ് നിങ്ങളോട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് മേ ബി എഴുതാൻ പറയുമായിരിക്കും. സോ അങ്ങനത്തെ പാസേജ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാനതിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ഒരു കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ വരില്ല, കോംപ്രഹെൻഷൻ പാസേജ് വരും, ആൻഡ് യു നീഡ് ടു പ്രിപ്പയർ ക്വസ്റ്റ്യൻസ്. ഇത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്കത് വായിച്ചിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അത് എഴുതിയാൽ മതി. യു ഹാവ് ദ ഫ്രീഡം ടു റൈറ്റ് സോ, പക്ഷെ അത് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ജസ്റ്റ് ബി പ്രിപ്പയർഡ്, ഡോണ്ട് ബി ഷോക്ക്ഡ് when you see that question if it comes. Okay, next എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ്. നമ്മുടെ നാട്ടിലെ ഹിസ്റ്ററി ചോദിക്കാം, ഒന്നില്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, എങ്ങനെയാണ് ഇംഗ്ലീഷ് നമ്മുടെ നാട്ടിലേക്ക് വന്നതെന്നുള്ളത്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്, എന്താണ് ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജിന് ഇന്ത്യയിലുള്ള സിഗ്നിഫിക്കൻസ്. രണ്ടും അത്യാവശ്യം ആൻസറബിൾ ആണ് അല്ലേ. ഇംഗ്ലീഷ് എങ്ങനെയാണ് വന്നത് നാട്ടിലേക്ക്? ഒബ്വിയസ്ലി ഫ്രം ദ ബ്രിട്ടീഷേഴ്സ്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്ത്യ ഒത്തൊരുമിപ്പിക്കുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് സിലബസാണ്. നമ്മളൊരു വർക്ക് സെറ്റിങ്ങിലായാലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് സിലബസാണ്. ഈവൻ നമ്മുടെ എല്ലാ ഗവൺമെൻറ് നോട്ടീസസ് വരെ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ഇൻ ദ കൺട്രി ഈസ് ഇംഗ്ലീഷ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാലോ. ആൻഡ് ഇതൊക്കെ നമ്മുടെ ഓൺ പോയിൻറ്റ്സിൽ നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി മോർ പോയിൻറ്റ്സ് ആർ ദെയർ ഇൻ ദ ടെക്സ്റ്റ്, ചെക്ക് ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്ണിങ്. നമ്മൾ ലിസ്ണിങ് സ്കിൽ എന്താണെന്നൊക്കെ നോക്കിയിരുന്നത്. അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൽസ്. ലിസ്ണിങ്. അപ്രീഷിയേറ്റീവ്, നമ്മൾ ആസ്വദിക്കാനായിട്ട് കേൾക്കുന്നത്.
ഫോർ എക്സാമ്പിൾ ഒരു പാട്ട് കേൾക്കുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കവിത രചിക്കുന്നത് കേൾക്കുകയാണ്, ദാറ്റ് ഈസ് അപ്രീഷിയേറ്റീവ് ലിസ്ണിംഗ്. പിന്നെ വി ഹാവ് കോംപ്രഹെൻസീവ്, മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുന്നത്, കോംപ്രഹെൻസീവ് ലിസ്ണിംഗ്. അതിനുശേഷം എംപത്തറ്റിക്, ഒരാളുടെ വിഷമം നമ്മൾ കേൾക്കാനിരിക്കുന്നത്, ദാറ്റ്സ് എംപത്തറ്റിക് ലിസ്ണിംഗ്. ആൻഡ് ക്രിട്ടിക്കൽ ലിസ്ണിംഗ്, ആളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിബേറ്റ്സിലൊക്കെ നമ്മൾ മറ്റൊരാൾ സംസാരിക്കുന്നത് അവരെന്താ തെറ്റ് പറയുന്നത് നോക്കിയിട്ടാണ്, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ലിസ്ണിംഗ്. ഓക്കെ, ഓൾറൈറ്റ്, ലെറ്റ്സ് മൂവ് ഓൺ ടു നമ്പർ 7. 7th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ലിസ്ണിംഗ് എറ്റിക്കറ്റ്സ്? ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്, അതെന്താണ്? റൈറ്റ്. നമ്പർ 8, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു റീഡിങ് എഫിഷ്യൻ്റ്ലി? നന്നായി വായിക്കാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് എന്താണ്? എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ആസ്ക് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ഇതൊരു 5 മാർക്ക് മെറ്റീരിയൽ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നന്നായി ചോദ്യങ്ങൾ ചോദിക്കുക. ആസ്ക് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ഐഡൻറ്റിഫൈ റെഫറൻസ് വേർഡ്സ്, അതുപോലെ ഐഡൻറ്റിഫൈ മെയിൻ ആൻഡ് സപ്പോർട്ടിംഗ് ഐഡിയാസ്, സൈൻ പോസ്റ്റ്സ് എക്സെട്ര. ഇതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ്. അപ്പോൾ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ്? വി ഹാവ് ഹോസ്റ്റൈൽ, വി ഹാവ് ക്രിട്ടിക്കൽ, വീണ്ടും കുറ്റം കണ്ടുപിടിക്കാനിരിക്കുന്നവർ. ദെൻ വി ഹാവ് എംപത്തറ്റിക്. എംപത്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് സിമ്പതി നിങ്ങളുടെ കേൾക്കാനിരിക്കുന്ന ആളുകൾ. ദെൻ വി ഹാവ് അൺഅവെയർ ഓഡിയൻസ്, അവരെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 10, advantages and disadvantages of audio communication. ഇത് രണ്ടും ഒരു ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്നുള്ളത്. സോ ഫൈൻഡ് ദി ആൻസർ ഔട്ട്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഫേസ്ബുക്ക്, വാട്സാപ്പ്, അങ്ങനെയല്ല. പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ എന്താ ഉൾപ്പെടുക? സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലാണ് ഫേസ്ബുക്ക്, വാട്സാപ്പ് എല്ലാം വരും. നമ്മൾ നെറ്റ്വർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ ബുക്ക് മാർക്കിംഗ് സോഷ്യൽ മീഡിയ ഉണ്ട്, വെബ്സൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ന്യൂസ് തരുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ട്വിറ്റർ. പിന്നെ മൈക്രോ ബ്ലോഗിംഗ് ഉണ്ട്. അതും മൈക്രോ ബ്ലോഗിങ്ങിൻ്റെ ഇപ്പോൾ പുതിയൊരു എക്സാമ്പിളാണ് ത്രെഡ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ത്രെഡ്സ് എന്നുള്ളത് ഇൻസ്റ്റയിൽ നോക്കിയാൽ കാണാം. ത്രെഡ്സ് എല്ലാം മൈക്രോ ബ്ലോഗിങ്ങിൻ്റെ എക്സാംസ് ആണ്. മൈക്രോ ബ്ലോഗിങ് എന്താണ്? മൈക്രോ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ, ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ യു റൈറ്റ് എ ലോട്ട് ഓഫ് മെറ്റീരിയൽ ഓൺ എ ടോപ്പിക്. മൈക്രോ എന്ന് പറഞ്ഞാൽ കുഞ്ഞു 1-2 സെൻറ്റൻസുകളിൽ നമ്മൾ ഒരു മെറ്റീരിയൽ അവതരിപ്പിക്കുന്നതിന് മൈക്രോ ബ്ലോഗിംഗ് എന്ന് പറയും. സോ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. ഐ ഹവ് ജസ്റ്റ് റിട്ടൺ 2 or 3. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇതും ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്, ബിക്കോസ് ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ മൈറ്റ് കം. ഓഫ്സെറ്റ് ആൻഡ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ്. എന്താണ് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ്, എന്താണ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ്? അതിൻ്റെ പ്രോസസ്സസും നോക്കിയേക്കണം. ഓക്കെ, പ്രോസസ്സസ് നിർബന്ധമായിട്ട് നോക്കുക, അതിൻ്റെ ഡിഫറൻസസ് നോക്കുക. നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ഈതർ. ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൻ്റെ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാലാണ് നമ്മൾ ട്രഡീഷണൽ പ്രിൻറ്റിംഗ് മെത്തേഡ്. അതൊന്നും പിന്നീട് വന്നതാണ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ്, അതുപോലെ തന്നെ ഇ ബുക്ക് പബ്ലിഷിംഗ് എല്ലാം. അപ്പം ഇത് രണ്ടും നോക്കിയേക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയേക്കണം. സോ അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ്, അതുപോലെ തന്നെ ഇ ബുക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി. നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്ററിലോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ബ്ലോക്കിലൊരു ചാപ്റ്ററിലാണ് എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി. എന്താണ്, എങ്ങനെയാണ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണ്, വാട്ട് വാസ് ദ ഗ്രോത്ത് ഇൻ ഇലക്ട്രോണിക്സ് എന്നുള്ളത് ആസ് എ ഹ്യൂമൻ ബീങ്. ഇപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ടായത് എന്താണ്, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ടാണ് തുടങ്ങിയത് അല്ലേ. പിന്നെ നമുക്ക് മൊബൈൽ ഫോൺ വന്നു, അതിനുശേഷം ഇൻ്റർനെറ്റ് വന്നു, അതിനുശേഷം എന്താ വന്നത്, സോഷ്യൽ മീഡിയ വന്നു, പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നു. സോ ഇതെല്ലാം ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പം നിങ്ങൾ ഒബ്വിയസ്ലി 5 മാർക്കിൻ്റെ ആകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, പോയിൻ്റ് ഇട്ട് നിങ്ങൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എടുക്കുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നെക്സ്റ്റ് മൊബൈൽ ഫോൺസ് എടുക്കുന്നു. സോ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 14 ക്വസ്റ്റ്യൻസ്. ഹോപ്പ് യു ഗോ ത്രൂ ഇറ്റ്. എല്ലാം നോക്കുക. ഇതെല്ലാം എളുപ്പമാണ് നിങ്ങൾക്ക്, എസ്പെഷ്യലി എറ്റിക്കറ്റ്സ് ഒക്കെ, അത് മാനേഴ്സ് നമുക്ക് മോസ്റ്റ്ലി
വളരെ എളുപ്പത്തിൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഇത് മാത്രമല്ല 10 മാർക്ക് എസ് എ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് മേ ബി എസ് എ 2 ചോയ്സ് അല്ലേ ഉള്ളൂ. അപ്പം അതിൽ കുറേ ക്വസ്റ്റ്യൻസ് 5 മാർക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിൽ 2-3 ഇതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും നോക്കുക എസ് എ ക്വസ്റ്റ്യൻസും 5 മാർക്സും ആൻഡ് ഓബ്വിയസ്ലി 2 മാർക്സും 1 മാർക്ക് ക്വസ്റ്റ്യൻസും കൂടി നോക്കിയേക്കുക. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.